നമ്മൾ നേരത്തെയൊക്കെ അടുത്ത കാലത്ത് ഉള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങളിലൊക്കെ കാണും മട്ടിൽ ജലപീരങ്കി പ്രയോഗത്തിൽ പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്. മനീഷ് മഹിപ്പാൽ തുടരുന്നുണ്ട്. മനീഷ്, പലയാവർത്തി ജലപീരങ്കി പ്രയോഗം ഉണ്ടായി. അതിനപ്പുറമുള്ള പ്രകോപനത്തിലേക്ക് പോലീസും കടക്കുന്നില്ല. അറസ്റ്റ് ചെയ്ത് നീക്കലൊക്കെ പ്രതീക്ഷിക്കണോ? ഹാഷ്മി, നിലവിൽ ഒരു പ്രവർത്തകന് ഈ ജലപീരങ്കിയിൽ നിന്നും പരിക്കേറ്റു, അവശനായി. അയാളെ പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് എന്താ സംഭവിച്ചത്? ജലപീരങ്കി ചെവി വെള്ളം കയറിയതാ. ചെവിയിൽ വെള്ളം അതിരൂക്ഷമായി ജലപീരങ്കിയിൽ പ്രയോഗിക്കുന്ന യൂത്ത് കോൺഗ്രസ് മള്ളംബസിന്റെ ബീച്ച് മള്ളംബസിനെ പരിക്കേറ്റിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? എന്താ ചെവി വെള്ളം കയറിയപ്പോൾ പുള്ളിക്ക് ബോധമില്ല. വെള്ളം ചെവിയിലൂടെ കയറിയിട്ടുണ്ട്, നിലത്ത് വീണു. ഹാഷ്മി, ഇദ്ദേഹം പറയുന്നത് പോലെ ചെവിയിലേക്ക് ജലപീരങ്കി അടിയിച്ചു. പിന്നീട് ബോധം പോയി അവശനായ മണ്ഡലം പ്രസിഡന്റ് ആണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. നിലവിൽ പ്രവർത്തകർ ഇപ്പോഴും ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് പോലീസ് വെച്ച ബാരിക്കേഡ്, പ്രതിരോധം മാറ്റാനുള്ള വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ്. പ്രവർത്തകർ വർദ്ധിച്ച ആവേശത്തിലാണ്. കാരണം ആലപ്പുഴയിൽ സംസ്ഥാനത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ഏറ്റവും വലിയ അതിക്രമമുണ്ടായത് ആലപ്പുഴ ജില്ലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തടക്കം പിന്നീട് യൂത്ത് കോൺഗ്രസ് സമരങ്ങളൊക്കെ തന്നെ ശക്തമായത് ആലപ്പുഴയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് തന്നെ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ ദിവസം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ അല്ലെങ്കിൽ അനിൽകുമാറിനെതിരെ പോലീസ് അല്ലെങ്കിൽ അനിൽകുമാറിനെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് അയച്ച അതേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടവും എബിൻ വർക്കിയുമാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. പ്രവർത്തകരെ മടങ്ങിപ്പോകാനാണ് നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് അനിതാ ബാബു, രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള നേതാക്കളെ കാണാം. പ്രവർത്തകർ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എബിൻ വർക്കിയോട് ചോദിക്കാം, സമരം അവസാനിപ്പിച്ചോ? തീർച്ചയായിട്ടും ഈ സമരത്തെ ഇവർ ഏത് രീതിയിലാണ് നേരിടാൻ ശ്രമിച്ചതെന്ന് അറിയാം. നമ്മൾ യാതൊരു വിധത്തിലുള്ള അക്രമവും കാണിച്ചിട്ടില്ല. പക്ഷേ പോലീസ് ഇവിടെ അതിക്രൂരമായി നമ്മുടെ ആളുകളെ മർദ്ദിക്കാൻ നോക്കുകയാണ്. ആലപ്പുഴയിൽ തുടരുന്ന വേട്ടയാണ്. ആലപ്പുഴയിൽ നവകേരള സദസ്സ് തൊട്ട് പിന്നീടുണ്ടായ സംഭവത്തിൽ തലക്കടിക്കുന്ന സംഭവം തൊട്ട് ഇവിടുത്തെ കുറെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അജണ്ട അവർ അപ്പൊ അതിനുള്ള മറുപടിയാണ് ഞങ്ങൾ ഇവിടെ സമാധാനപരമായ മാർച്ചിനെ പോലീസിനെ നേരിടുന്നത്. ഞങ്ങൾക്ക് സമാധാനം അല്ലാതെ മാർച്ച് നടത്താൻ അറിയാം, പക്ഷെ ഞങ്ങൾ അത് ഇന്ന് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെങ്കിലും മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അബിൻ വർക്കിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. മടങ്ങിപ്പോകാൻ ശ്രമിച്ച പ്രവർത്തകർ വീണ്ടും തിരികെ വരുന്നു. പക്ഷേ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് മടങ്ങിപ്പോകണമെന്ന് തന്നെ ആവശ്യപ്പെടുകയാണ്. ഒരു പ്രവർത്തകന് പരിക്കേറ്റു. നേരത്തെ ജലപീരങ്കി ചെവിയിൽ വന്ന ബലമായി ഫോഴ്സോടുകൂടി ജലപീരങ്കി ചെവിയിൽ വന്ന് അടിച്ചതോടുകൂടി ഒരു പ്രവർത്തകന് പരിക്കേറ്റു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. പ്രവർത്തകർ വീണ്ടും മടങ്ങി വരികയാണ്. ബാരിക്കേഡ് ഭേദിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തകർ. 100 കണക്കിന് ആളുകളുണ്ട്. അനിതാ ബാബു, അബിൻ, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം, അനന്തനാരായണൻ, നൂറുദ്ദീൻ കോയ അടക്കമുള്ള നിരവധി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ. ആലപ്പുഴ ഏറ്റവും കൂടുതൽ അതിക്രമമുണ്ട് ആലപ്പുഴയിലാണല്ലോ. അതെ അതെ, യൂത്ത് കോൺഗ്രസിന് നേരെ യൂത്ത് കോൺഗ്രസിന് നേരെ സി പി എമ്മിന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് നടത്തുന്നത് അതിക്രൂരമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് ജലപീരങ്കി അടക്കമുള്ള പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് നേരെ ചില ആളുകളെ കല്ലും കമ്പോ കയറിയെന്നായിട്ട് പോലീസ് പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധമല്ലേ, അത് സ്വാഭാവികമാണല്ലോ. അപ്പം പ്രവർത്തകർ എന്താണെങ്കിലും സമാധാനപരമായിട്ടുള്ള സമരമാണ്. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെ സമരക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് കൃത്യമായി ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഏതൊക്കെ പ്രവർത്തകരാണ് ഇതിൽ പങ്കെടുക്കുന്നത്, PDPP അടക്കമുള്ള ആക്ടുകൾ ചുമത്താൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അനിതാ ബാബുവിനോട് എന്താണെങ്കിലും പ്രവർത്തകർ മടങ്ങിപ്പോകാൻ തയ്യാറല്ല. പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നേതാക്കൾ നടത്തുന്നത്. ബാരിക്കേഡിൽ നിന്ന് മാറാം, സമരം അവസാനിപ്പിക്കാം എന്നുള്ള തീരുമാനമാണ്. നിലവിൽ KPCC അടക്കമുള്ള നേതാവ് ശരത് അവസാനിപ്പിക്കാം. ഞങ്ങൾ റോഡിലേക്ക് പോയി, റോഡിലേക്ക് മാറുകയാണ്. ഞങ്ങൾ ഉപരോധമായിട്ട് പോയി.
മടങ്ങി പോകാനാണ് നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ ആലപ്പുഴയിലെ ആവേശം അത് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധങ്ങൾക്കെതിരെ വലിയ പോലീസ് അതിക്രമം ഉണ്ടായ ജില്ല കൂടിയായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആ പ്രതിഷേധം കെട്ടടങ്ങുകയില്ല. വർദ്ധിച്ച ആവേശം എല്ലാ പ്രവർത്തകർക്കും ഉണ്ട്. വീണ്ടും തിരിച്ചു മടങ്ങാനുള്ള തീരുമാനമെടുക്കുമ്പോൾ പ്രവർത്തകർ മടങ്ങിപ്പോകാൻ തന്നെയാണ് അവരോട് പറയുന്നത്. ഹാഷ്മി, മനീഷ് മഹിപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. പോലീസ് ലാത്തിച്ചാർജിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനാണ് MP പ്രവീണാണ് ഗുരുതരമായി പരിക്കേറ്റത്. നേരത്തെ തീവ്രപരിചരണ വിഭാഗത്തിലുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്ന് തോന്നുന്നു. അതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആലപ്പുഴ SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടായത്. സമരത്തിൽ നമ്മൾ പതിവ് കാണാറുള്ളതുപോലെയുള്ള ബാരിക്കേഡ് ഭേദിക്കൽ ശ്രമം, പോലീസിന് ജലപീരങ്കി പ്രയോഗമടക്കം നമ്മൾ കണ്ടു. പോലീസിനെതിരെ മണ്ണും കല്ലുമൊക്കെ വാരിയെറിയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കണ്ടു. അതിനുശേഷം ബാരിക്കേഡ് മറിച്ചിടാനുള്ള പലയാവർത്തി ശ്രമം, പലയാവർത്തി ജലപീരങ്കി പ്രയോഗം, പ്രവർത്തകർ അവിടുന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാകാതെ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. കാരണമില്ലാതെ അതിഭീകരമായി ജലപീരങ്കി അടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ നരനായാട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ശ്രമിച്ചപ്പോൾ ഇനി ഞങ്ങൾ സമരം തെരുവിലേക്ക് മാറുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റുന്നത്.